നമ്മൾ അമരപ്പയറൊക്കെ നല്ലോണം കഴുകി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള അല്ലെങ്കിൽ ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, ഗ്രീൻ ചില്ലി, പിന്നെ ഗാർലിക്, വെളുത്തുള്ളി. ഇത്രയുമാണ് നമുക്ക് അമരപ്പയർ മെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റ് നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമരപ്പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അമരപ്പയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അമരപ്പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അമരപ്പയറൊക്കെ പകുതി കുക്കായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കുറച്ച് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉപ്പും ആഡ് ചെയ്തു. ഒരു 1/2 ഗ്ലാസ് വെള്ളം, അധികം വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമരപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ അമരപ്പയറിൻ്റെ ആ ഗ്രീൻ കളറൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ നല്ലോണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുക. കൂടുതൽ വെള്ളം ആഡ് ചെയ്യരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്ലോയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.